ജീവിതത്തിൽ ആദ്യമായി നടത്തിയ വിദേശയാത്ര ഞാൻ സൗദി അറേബ്യ സന്ദർശിക്കുകയുണ്ട്. ഉംറയുടെ ഉദ്ദേശത്തിൽ ആണ് പോയത്. ആദ്യം ഞാനൊരു ഉംറ ചെയ്തതിന് ശേഷം എൻ്റെ മരണപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയും ഉംറ ചെയ്തു. അപ്പോഴെൻ്റെ സഹോദരന്മാർ അവിടെ MK ഫുഡ്സ് എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ 2 മാസം ഞാൻ അവിടെ താമസിച്ചു. സൗദി അറേബ്യയിലെ മിക്ക സ്ഥലങ്ങളും എല്ലാം സന്ദർശിക്കുകയും അതെല്ലാം ഞാൻ മൊബൈലിൽ പകർത്തി എൻ്റെ റൈറ്റപ്പ് എഴുതി നാട്ടിലേക്ക് വിട്ടപ്പോൾ അവരെല്ലാം പറഞ്ഞു ഇതൊരു പുസ്തകമാക്കിയാൽ കൊള്ളാമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എഴുതിയ ഞാൻ കണ്ട സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളുടെയും ഫോട്ടോയും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും എല്ലാം അടങ്ങിയ ഒരു അമൂല്യമായ ഒരു ഗ്രന്ഥമാണെന്നാണ് വായിച്ചവരെല്ലാം പറയുന്നത്. എൻ്റെ ആദ്യത്തെ രചനയാണ് എങ്കിൽ തന്നെയും ഞാൻ പത്രമാധ്യമങ്ങളിലൊക്കെ ലേഖനങ്ങൾ എഴുതാറുണ്ട്. എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഇടയിൽ വീണുകിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ എഴുത്തിനായി വിനിയോഗിക്കാറുണ്ട്. ഏതാണ്ട് 7ഓളം കവിതകൾ ഞാൻ രചിച്ചിട്ടുണ്ട്. വയനാടിൻ്റെ ദുരന്തം, വയോജനങ്ങൾ, തൂക്കുവഞ്ചി, ചിക്കുമരം, അവസാനമായിട്ട് ഞാൻ എഴുതിയത് മാനവ സൗഹൃദം എന്ന ഒരു കവിതയാണ്. ഈ കവിതകളെല്ലാം ഞാൻ എഴുതി ഇതിൻ്റെ വലിയ അർത്ഥവത്തായ വരികളാണ് നിങ്ങൾ കുറിച്ചിട്ടതെന്ന് പറയുന്നുണ്ട്. ഞാൻ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കരുനാഗപ്പള്ളി താലൂക്ക് പൗരസമിതിയുടെ പ്രസിഡൻ്റാണ്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ 6 വർഷമായി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് രോഗികൾ, കിടപ്പ് രോഗികളും കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണവും ഡയാലിസിസ് രോഗികൾക്ക് ലഘുഭക്ഷണവും നൽകി വരുന്ന കാരുണ്യശ്രീയുടെ ചെയർമാനാണ്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഉള്ള സംസ്ഥാന സംഘടനയാണ് കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കൗൺസിലിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ഇങ്ങനെ ഒരു അതായത് ഗ്രാമീണ തൊഴിൽ മേഖലയായ കയർ വ്യവസായം എന്ന് നമ്മുടെ കേരള തീരത്ത് ഒരു കാലത്ത് ജനങ്ങൾ അതിജീവനത്തിനായി ആശ്രയിച്ചിരുന്ന കയർ വ്യവസായം അത് ഇന്ന് ലോപിച്ച് ഇല്ലാതായ സാഹചര്യത്തിലെങ്കിലും ഇവിടെ കോഴിക്കോട് കയർ സഹകരണ സംഘം 65 വർഷത്തിന് മുമ്പ് സ്ഥാപിച്ച അതിൻ്റെ കഴിഞ്ഞ 10 വർഷമായ എൻ്റെ പ്രസിഡൻ്റാണ്. ഇങ്ങനെ അതുപോലെ തന്നെ കോഴിക്കോട് സൈക്കിൾ യാത്ര ശീലമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ, ഇന്ധനം ലാഭിക്കൂ, അന്തരീക്ഷ മലിനം കുറയ്ക്കൂ എന്ന ഒരു ആരോഗ്യദായക പദ്ധതിയുടെ കഴിഞ്ഞ 14 വർഷമായി അതിൻ്റെ സ്ഥാപകൻ കൂടിയാണ്. ഞങ്ങൾ പ്രഭാതത്തിൽ ഇത് ഒരു കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയുടെ തീരപ്രദേശമായ കരുനാഗപ്പള്ളി നഗരസഭയുടെ തീരപ്രദേശമായ കോഴിക്കോട് ഗ്രാമമാണ്. ഈ TS കനാല്, അതായത് പണ്ട് കാലത്ത് വ്യവസായങ്ങൾ ജലമാർഗം നടന്നിരുന്ന കാലഘട്ടത്തിൽ ഈ ജലഗതാഗതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നാഷണൽ ഹൈവേ ആയിരുന്നു ഈ TS കനാൽ. ഈ TS കനാലിൻ്റെ ഓരത്ത് ഞങ്ങളുടെ എൻ്റെ പിതാവ് അതായത് മുനമ്പത്ത് വാവാക്കുഞ്ഞിൻ്റെ വ്യാപാര സമുച്ചയ കേന്ദ്രമായിരുന്നു ഇന്ന് ഈ റിസോർട്ട് നിൽക്കുന്ന ഈ ഭാഗം. കാലാന്തരത്തിൽ കയർ വ്യവസായത്തിൻ്റെ ഹോൾസെയിൽ സ്ഥാപനവും അതുമല്ല ഈ കയർ വള്ളത്തിൽ കയറ്റി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി തിരിച്ച് ആ വള്ളത്തിൽ തന്നെ പലചരക്ക് ഇവിടെ കൊണ്ടുവന്ന് ഈ പ്രദേശത്തെ എല്ലാ ചെറുകിട വ്യാപാരികളും ഇവിടെ നിന്ന് കൊടുക്കുന്ന ഒരു വലിയ വ്യാപാര സമുച്ചയത്തിൻ്റെ ഉറവിടമായിരുന്നു ഇത്. ഈ TS കനാലിലോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടുപേര് തന്നെ മുനമ്പത്തെന്നായത്. തീർച്ചയായിട്ടും ഇത്